തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ അണ്ണാമലൈ തിരിച്ചു വരുന്നു. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ കോഴ്സിന് 3 മാസത്തെ കോഴ്സായിരുന്നു, ബ്രിട്ടനിലായിരുന്നു. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ വലിയ പരിപാടികൾ തന്നെയാണ് തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്കായി ബി.ജെ.പി. ഒരുക്കിയിരിക്കുന്നത്. കോയമ്പത്തൂരിൽ വലിയൊരു സമ്മേളനത്തെ അണ്ണാമലൈ അഭിസംബോധന ചെയ്യുന്നുമുണ്ട്. ഇവിടെ വലിയൊരു അഭ്യൂഹങ്ങൾ പരക്കുന്നു. അണ്ണാമലൈ കേന്ദ്രമന്ത്രിയാവുകയും എൽ മുരുകൻ വീണ്ടും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാവുകയും ചെയ്യും. കാരണം കേന്ദ്രത്തിന് ചില തീരുമാനങ്ങൾ, ചില നീക്കങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അത് ഒരുപക്ഷെ AIDMKയുമായിട്ട് വീണ്ടും ഒരു സഖ്യമുണ്ടാക്കാനും ഇല്ലെങ്കിൽ NDA വിപുലീകരിക്കാനും ഇവിടെ കർശനമായ നിലപാടെടുക്കുന്ന അണ്ണാമലൈ കേന്ദ്രത്തിലേക്ക് മാറ്റിക്കൊണ്ട് കുറച്ചുകൂടി ലിബറലായിട്ടുള്ള എൽ മുരുകനെ എത്തിക്കുക എന്നുള്ള അഭ്യൂഹമാണ്. പക്ഷേ ആ അഭ്യൂഹത്തിന് സ്ഥാനമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാരണം അണ്ണാമലൈ ബ്രിട്ടനിൽ പോയ സമയത്താണ് പുതിയ രാഷ്ട്രീയ പാർട്ടി നടൻ വിജയ് രൂപീകരിച്ച് അതിനെക്കുറിച്ച് ഇതുവരെ ബി.ജെ.പി. യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. ഒപ്പം തന്നെ DMK സർക്കാരുമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി ബി.ജെ.പി. ചേർന്നു പോകുന്നൊരു കാഴ്ചയും കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ചും ബി.ജെ.പി. വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല. ഈ പ്രതികരണങ്ങളൊക്കെ അണ്ണാമലൈ വന്നതിന് ശേഷം, അണ്ണാമലയുമായി ആലോചിച്ച ശേഷം മാത്രമായിരിക്കും വിജയുടെ പാർട്ടിയെക്കുറിച്ച് ബി.ജെ.പിയുടെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഭാവി പരിപാടികൾ, അണ്ണാമലൈ ഒരു വലിയ യാത്ര നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഓരോ ഗ്രാമത്തിലും 24 മണിക്കൂർ, അതായത് ഒരു ദിവസം ഒരു പഞ്ചായത്തിൽ തങ്ങിക്കൊണ്ട് പാർട്ടി പ്രവർത്തനം ശക്തമാക്കുക. ഇത് RSSന്റെ ഒരു രീതിയാണ്. അവരുടെ പ്രചാരകന്മാരും മറ്റുമൊക്കെ ഓരോ ഗ്രാമങ്ങളിലും എത്തി പ്രവർത്തകരുടെ വീട്ടിൽ ഉണ്ടുറങ്ങി പ്രവർത്തിക്കുന്ന ഒരു രീതി. ആ രീതിയിൽ തന്നെയാണ് തമിഴ്നാട്ടിൽ ബി.ജെ.പിയെ കൊണ്ടുപോകാൻ അണ്ണാമലൈ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് തമിഴ്നാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു പഞ്ചായത്തിൽ ഒരു ദിവസം എന്ന കണക്കിൽ എല്ലാ പഞ്ചായത്തിലും താമസിക്കുകയും അവിടുത്തെ പ്രവർത്തകരുമായും അവിടുത്തെ വിഷയങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപഴകുക എന്നുള്ളത്. ബി.ജെ.പി. മുൻപോട്ട് വെക്കുന്നത് 2 അക്കം തികച്ചത് അണ്ണാമലയുടെ കാലത്താണ് തമിഴ്നാട്ടിൽ. അതായത് ബി.ജെ.പിയുടെ വോട്ട് ഷെയർ 2 അക്കം 20% വോട്ട് ബി.ജെ.പി. തമിഴ്നാട്ടിൽ നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തനായൊരു നേതാവാണ് അണ്ണാമലയുടെ നേതൃത്വത്തിൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. കാരണം അണ്ണാമലയെ മാറ്റാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം നിലവിൽ തമിഴ്നാട് രാഷ്ട്രീയം യൂത്തിൻ്റെ കൈകളിലാണ്. DMKയിൽ ഉദയനിധി സ്റ്റാലിൻ വരുന്നു. വിജയ് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി വരുന്നു. അവിടെ ബി.ജെ.പിയുടെ യുവത്വം തുളുമ്പുന്ന ഒരു മുൻ IPS ഉദ്യോഗസ്ഥൻ ബി.ജെ.പിയുടെ ചുക്കാൻ പിടിക്കുന്നു. അങ്ങനെ യുവത്വം നിറഞ്ഞൊരു രാഷ്ട്രീയമായി തമിഴ്നാട് മാറുമ്പോൾ അണ്ണാമലയെ മാറ്റുന്നതിനേക്കാൾ നല്ലത് അണ്ണാമലയെ നിലനിർത്തിക്കൊണ്ട് പുതിയ സഖ്യനീക്കങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ തമിഴ്നാടിനെ സംബന്ധിച്ച് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. പ്രത്യേകിച്ച് വിജയുടെ പുതിയ പാർട്ടിയൊക്കെ രൂപീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.